അതെ, ഒരു മട്ടൻ കറിയുടെ വീഡിയോ ഇട്ടിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ. കുറേ പേര് ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഡെയിലി കമൻസ് ഇങ്ങനെ വരാറുണ്ട്. എനിക്കതിന് എത്ര വ്യൂ എന്ന് കറക്റ്റ് അറിയത്തില്ല. ഒരു 3 ലക്ഷത്തിന് മുകളിലായിട്ട് വ്യൂ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല അതിൻ്റെ വ്യൂ എത്രയാണ്. അപ്പോൾ അത് നിങ്ങൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. ഇത് ട്രൈ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇന്നും എനിക്കൊരു കമൻറ്റ് വന്നത് ഷബാന KVയുടെ കമൻറ്റാണ്. നല്ലൊരു കമൻറ്റാണ്. ആ കമൻറ്റ് കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. താങ്ക് യു ഷബാന. പിന്നെ ആ മട്ടൻ കറിയുടെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നതാണ് ഇതേപോലെ ബീഫും കൂടെ ഒന്ന് ചെയ്യാമോ എന്ന്. അപ്പോൾ ബീഫ്, മട്ടൻ അല്ലെ ചിക്കൻ, ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് കുക്കറിൽ വെക്കുന്നത്. പക്ഷേ ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ വെക്കുന്നത് പോലെ ഈ ബീഫ് ആ ഒരു ടേസ്റ്റ് വരണമെന്നില്ല. കാരണം മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ ബീഫിൽ സ്ലോ ഫയറിൽ കിടന്നൊരു ടേസ്റ്റ്, അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അത് ഞാൻ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങൾ ചോദിച്ചതല്ലേ, അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ അത് ശരിയായില്ല, ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ 2ാമത് പ്രാവശ്യം ചെയ്തപ്പോൾ അത് ശരിയായി. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ തരുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബീഫ് കറി എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് കാണാം. ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം സാധാരണ പാനിലൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ലേശം വെളിച്ചെണ്ണയുടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിലെ കറി വെക്കുമ്പോൾ എന്നാലും ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അതായത് 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു ബേ ലീഫ് അഥവാ കറുവയില എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തൊരു നിറമൊക്കെ മാറി ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് നടുകെ കീറിതിട്ട് കൊടുക്കാം. കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇപ്പോൾ കുക്കറിലൊക്കെ കറി വെക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും, ഗ്രേവിക്ക് നല്ല തിക്നെസ്സും ആയിരിക്കും. അതുപോലെ സവാള വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് കട്ടി കുറഞ്ഞ് ആ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം എന്നിവ ചതച്ച് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 7 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം കൂടെ ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുത്തതാണ്. ഇതിടുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും ഒരു ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഗരം മസാലയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണം. അപ്പോൾ ഈ മസാല ഇപ്പം നല്ലതുപോലെ ഇളക്കുന്നതിലിരിക്കും ഈ ഒരു കറിയുടെ കളർ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കായം. ഒരു ചെറിയ പീസ് കായം ചേർത്ത് കൊടുക്കണം. അപ്പം ബീഫിൽ കായം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് അറിയാവുന്നതല്ലേ. അപ്പം കായം ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങ് അലിഞ്ഞ് ചേർന്നോളും കേട്ടോ. കായത്തിൻ്റെ പൊടിയേക്കാട്ടിലും നല്ല ടേസ്റ്റ് ഇങ്ങനെ കട്ടക്കായം ചേർക്കുന്നതാണ്. ഇനി കഴുകി വാരി വെച്ച 1 കിലോ ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഏകദേശം ഒരു 3-4 മിനിറ്റെങ്കിലും മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന ഈ സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ആ ബീഫിലൊന്ന് പിടിക്കും. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാധാരണ ഞാൻ മട്ടൻ അതുപോലെ തന്നെ ചിക്കനൊക്കെ വെച്ചപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്.
ഇതിൽ ഞാൻ അളവ് കപ്പിന് കറക്റ്റായിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു നല്ല ഫ്ലെയിമിൽ ഒരു 4 മുതൽ 5 വിസിൽ വരെ. അപ്പം 5 വിസിൽ അടിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കണം. എന്നിട്ട് വെന്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വിസിലടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് 5 വിസിലടിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി ഇതിനകത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ വരുന്നുണ്ടോ. ചെറിയൊരു ഫ്ലെയിം ഇടണം, ലോ അല്ല, കുറച്ചും കൂടെ കൂട്ടിയിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇത് നിങ്ങൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേണം തിളപ്പിക്കാൻ. അന്നേരം ഇത് നല്ലതുപോലെ ആ ഗ്രേവി കുറുകി വരും. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിച്ച ശേഷം ഓഫാക്കി കേട്ടോ. അന്നേരം നിങ്ങൾ നോക്കി ഗ്രേവിക്കൊക്കെ നല്ല കട്ടിയില്ലേ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇനി തീ ഓഫാക്കിയ ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ക്രിസ്മസിനെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ബീഫ് കറിയുടെ റെസിപ്പീസ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് എളുപ്പം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോഴൊക്കെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.